അരിയിൽ നിന്നും ഗോതമ്പിൽ നിന്നുമുള്ള ഒരു ഷിഫ്റ്റാണ് നമ്മൾ മില്ലറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് മില്ലറ്റ്സിനെ പറ്റിയാണ്. മില്ലറ്റ്സ് എന്നാൽ ചെറുമണി ധാന്യങ്ങൾ. പാരമ്പര്യമായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് വന്നിരുന്ന ഒരു ധാന്യമായിരുന്നു മില്ലറ്റ്. എന്നാൽ ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് അന്യസംസ്ഥാനങ്ങളിലുള്ളവരുടെ ഒരു നിത്യഭക്ഷണമായി മാറിയിരിക്കുന്നതാണ്. അരിയിൽ നിന്നും ഗോതമ്പിൽ നിന്നുമുള്ള ഒരു ഷിഫ്റ്റാണ് നമ്മൾ മില്ലറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് മില്ലറ്റ്സ് നമ്മൾ കാർബോഹൈഡ്രേറ്റിന് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മില്ലറ്റ്സിന് ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ്, കൂടാതെ ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അപ്പോൾ ഇത് ഏതൊരവസ്ഥയിലുള്ള ഒരാൾക്കും ഇതൊരു ഭക്ഷണമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡെമോ കാണിക്കാൻ പോകുന്നത് ഫോക്സ് ടെയിൽ മില്ലറ്റ് അല്ലെങ്കിൽ തെന എടുത്തിട്ടാണ്. അപ്പോൾ തെന എന്ന് പറയുമ്പോൾ പലർക്കും ഓർമ്മ വരുന്നത് ബേർഡ്സിനൊക്കെ കൊടുക്കുന്ന ഒരു ഭക്ഷണമായിട്ടായിരിക്കും. ബേർഡ്സിന് കൊടുക്കുന്നത് തെന ഉമിയോട് കൂടിയിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ ഉമി കളഞ്ഞ എന്നാൽ തവിടോട് കൂടിയ മില്ലറ്റാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, മില്ലറ്റ് ഉപയോഗിക്കുമ്പോൾ തവിടോട് കൂടിയ അല്ലെങ്കിൽ അൺപോളിഷ്ഡ് മില്ലറ്റ്സ് ഓർഗാനിക്കലി കൃഷി ചെയ്തത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എങ്ങനെയാണ് തെനയുടെ കഞ്ഞി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ രാവിലെ കുതിർത്ത് വെച്ച മില്ലറ്റ് ഏകദേശം 7 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ വേവിക്കാൻ ഇട്ട് കൊടുക്കാം. നമ്മൾ മൺപാത്രമാണ് ഇത് വേവിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് കഞ്ഞിയാണ് നമ്മളിന്ന് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഇതിനകത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വെച്ച മില്ലറ്റ് തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ലേശം കൂടെ ഒന്ന് വേവാനുണ്ട്. കുറച്ചും കൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ഇത് ഇനി ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് വളരെ എളുപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരം കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവും. നമ്മളിതിപ്പം സാധാരണ ആൾക്കാർ കുക്കറിലൊക്കെയാണ് ഇത് വേവിക്കുന്നത്. കുക്കറിൽ ഒരു സീറ്റി അടിച്ചാൽ വെന്ത് കിട്ടും. പക്ഷേ നമ്മൾ മൺകലത്തിൽ വേവിക്കുന്നതിൻ്റെ ഗുണമോ രുചിയോ ഒന്നും അതിൽ കിട്ടില്ല. നമ്മൾ പാരമ്പര്യമായി തുടർന്ന് വന്ന ആ ഒരു കുക്കിംഗ് ഇല്ലേ മൺകലത്തിലൊക്കെയുള്ള, അത് വീണ്ടും അത് നമ്മൾ തുടർന്നുകൊണ്ട് പോകാൻ ശ്രമിക്കുക. എല്ലാവരും വീട്ടിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. മില്ലറ്റ് കഞ്ഞി വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ എന്താണോ കറിയുള്ളത്, ചമ്മന്തിയോ മോര് കറിയോ സാമ്പാറോ എല്ലാത്തിൻ്റെയും കൂടെ നമുക്കിത് കഴിക്കാം.